നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അടച്ച കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളം പാതയിലെ യാത്ര വീണ്ടും ദുഷ്കരമായി. താൽക്കാലിക കുഴിയടക്കൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമെന്ന് ആക്ഷേപം. CCTV ഫോളോ അപ്പ്. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ പിടിയിൽ. കടപ്പുറം പഞ്ചായത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ജിയോ ബാഗും മണൽ ബണ്ടുകളും നിർമ്മിക്കും. പഞ്ചായത്ത് ഭരണസമിതി യോഗം ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ തൃശൂർ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി. ജൂലൈ 4-ന് സെമിഫൈനൽ മത്സരങ്ങളും ജൂലൈ 5-ന് ലൂസേഴ്സ് ഫൈനൽ മത്സരവും ജൂലൈ 6-ന് വൈകിട്ട് 4:30-ന് ഫൈനൽ മത്സരവും നടക്കും. ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ആശ്രയ കേന്ദ്രമായ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി വൈകിട്ട് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് മുസ്ലിം ലീഗ്. വിശദമായ വാർത്തയിലേക്ക്. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ പിടിയിൽ. രാജേഷ്, യേശുദാസ്, പ്രദീപ്, ബിജു എന്നിവരാണ് പിടിയിലായത്. പട്ടിക്കാടിനടുത്ത് ദേശീയപാതയിൽ വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത്. വാളയാർ നിന്നും എറണാകുളത്തേക്ക് കടത്തുകയായിരുന്ന സ്പിരിറ്റാണ് പിടികൂടിയത്. എക്സൈസ് കമ്മീഷണറുടെ മധ്യമേഖലാ സ്ക്വാഡും തൃശൂർ എക്സൈസ് റേഞ്ചും കൂടി നടത്തിയ പരിശോധനയിലാണ് 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയത്. 2 വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. സ്പിരിറ്റ് കടത്തിയ വാഹനവും സ്പിരിറ്റ് വാഹനത്തിന് പൈലറ്റായി വന്ന വാഹനവുമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. 47 കന്നാസുകളിലായാണ് സ്പിരിറ്റ് കടത്തിയത്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം ആരംഭിച്ചു. കടപ്പുറം പഞ്ചായത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ജിയോ ബാഗും മണൽ ബണ്ടുകളും നിർമ്മിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഐക്യകണ്ഠേന തീരുമാനിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡമനുസരിച്ച് ഇക്കാര്യങ്ങൾ മാത്രമാണ് തുക ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുക. ഇതിനാവശ്യമായ ടെൻഡർ നടപടികൾ നാളെ ആരംഭിക്കും. ജിയോ ബാഗും മണൽ ബണ്ടുകളും നിർമ്മിക്കാവുന്ന പ്രദേശങ്ങളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ചുമതലപ്പെടുത്തി. കടൽക്ഷോഭ സമയത്ത് സർക്കാർ അനുവദിക്കുന്ന 25 ലക്ഷത്തിന്റെ പ്രവർത്തനം കൊണ്ട് ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനാവില്ലെന്ന് യോഗം വിലയിരുത്തി. അതായത് നമുക്ക് ഫ്ലഡ് ഉണ്ടാകുന്ന ഡ്രോട്ട് ഉണ്ടാകുന്ന സമയത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ വെള്ളം വിതരണം ചെയ്യാൻ ഗവൺമെന്റ് പ്രത്യേക അനുമതി തരുന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വണ്ടിയിൽ വെള്ളം എത്തിക്കുന്നത്. അത് ഈ കടൽക്ഷോഭം അല്ലെങ്കിൽ ഇത്തരം അവസ്ഥകൾ ആ വകുപ്പിൽ വരുന്നില്ല. കടപ്പുറം പഞ്ചായത്തിലെ കടൽക്ഷോഭ ദുരിതത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ബന്ധപ്പെട്ട അധികാരികളെ ഒരിക്കൽ കൂടി നേരിൽ കാണുന്നതിനും തീരുമാനങ്ങൾ ആകാത്ത പക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങാനും ഭരണസമിതി യോഗത്തിൽ തീരുമാനിച്ചു. യോഗത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ, ഹസീന താജുദ്ദീൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, കൌൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. മോട്ടോർ സൈക്കിൾ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിലെ പ്രതി 8 വർഷത്തിന് ശേഷം വടക്കേക്കാട് പോലീസിന്റെ പിടിയിൽ. മന്നലാകുന്ന് കിഴക്കൂട്ട് വീട്ടിൽ 45 വയസ്സുള്ള സൈനുദ്ദീനാണ് വടക്കേക്കാട് പോലീസിന്റെ പിടിയിലായത്. പാപ്പാളി ജംഗ്ഷനിൽ മോട്ടോർ സൈക്കിൾ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. 2005-ലുണ്ടായ സംഭവത്തിന് ശേഷം ജാമ്യമെടുത്ത് വിദേശത്തും സ്വദേശത്തുമായി ഒളിവിൽ കഴിയുകയായിരുന്നു. വടക്കേക്കാട് SHO R ബിനുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്നലാകുന്നിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. SI തോമസ്, CPOമാരായ നിബു നെപ്പോളിയൻ, ഷാജികുമാർ തുടങ്ങിയവരും SHOയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. അടച്ച കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളം പാതയിലെ യാത്ര വീണ്ടും ദുഷ്കരമായി. താൽക്കാലിക കുഴിയടക്കൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമെന്ന് ആക്ഷേപം. CCTV ഫോളോ അപ്പ്. തൃശൂർ കുന്നംകുളം പാതയിൽ ഗർത്തങ്ങൾക്ക് സമാനമായ മരണക്കുഴികൾ താണ്ടിയുള്ള ജനങ്ങളുടെ ദുരിതവും കുഴികൾ പേടിച്ചുള്ള മുഖ്യമന്ത്രിയുടെ വടക്കാഞ്ചേരി വഴിയുള്ള യാത്രയും വലിയ വാർത്തയായ പശ്ചാത്തലത്തിൽ ഒരാഴ്ച മുൻപാണ് കുഴികളടയ്ക്കാൻ നടപടിയായത്. തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച മഴുവഞ്ചേരി മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗത്ത് ക്വാറി വേസ്റ്റും മണ്ണുമിട്ട് കുഴികളടയ്ക്കാൻ തുടങ്ങിയിരുന്നു. കനത്ത മഴ പെയ്യുന്നതിനിടെയാണ് പലയിടത്തും കുഴികൾ അടച്ചിരുന്നത്.
ഇതേറെ വിമർശനങ്ങൾക്ക് വഴിതെളിയിക്കുകയും ചെയ്തു. ഒരാഴ്ച പിന്നിടുമ്പോഴേക്കും കുഴികളിലിട്ട മണ്ണ് മുഴുവൻ ഇളകിപ്പോകുകയും കല്ലുകൾ വാഹനങ്ങളുടെ ചക്രങ്ങൾ കയറി പാതയോരത്തേക്ക് തെറിക്കുന്ന സ്ഥിതിയുമാണുള്ളത്. റോഡിന്റെ നിർമ്മാണ ചുമതലയുള്ള KSTPയുടെ നേതൃത്വത്തിലാണ് താൽക്കാലികമായുള്ള കുഴിയടയ്ക്കൽ നടത്തിയത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന പ്രവൃത്തിയാണ് കുഴിയടയ്ക്കുന്നതിലൂടെ നടന്നതെന്നാണ് യാത്രികർ പറയുന്നത്. തൃശൂർ മുതൽ കുന്നംകുളം വരെയുള്ള ഭാഗത്തെ കുഴികളടച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് 29 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കാട്ടിലെ തടി തേവരുടെ ആന എന്നതാണ് ഉദ്യോഗസ്ഥരുടെ നിലപാടെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് തൃശൂർ കുന്നംകുളം പാതയിൽ ഒരാഴ്ചയ്ക്കകം പ്രത്യക്ഷമായ കുഴികൾ. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജന തിരക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ നിയന്ത്രണ വിധേയമായതിനാൽ ജൂലൈ 1 മുതൽ ഉദയാസ്തമന പൂജാ ദിവസങ്ങളിൽ നടപ്പാക്കാനിരുന്ന VIP ദർശന നിയന്ത്രണം ഒഴിവാക്കാൻ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. അതേസമയം പൊതു അവധി ദിനങ്ങളിലെ ദർശന നിയന്ത്രണം തുടരും. പൊതു അവധി ദിനങ്ങളായ ജൂലൈ 13 മുതൽ 16 വരെ ക്ഷേത്രനട ഉച്ചയ്ക്ക് ശേഷം 3:30 തുറക്കും. ഈ ദിവസങ്ങളിൽ പതിവ് ദർശന നിയന്ത്രണം ഉണ്ടാകും. ദേവസ്വം ഭരണസമിതി യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. 45ാമത് കേരള സ്റ്റേറ്റ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളത്ത് തുടക്കമായി. ആദ്യ മത്സരത്തിൽ ആതിഥേയരായ തൃശൂർ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി ജൂലൈ 6-നാണ് ഫൈനൽ. ജൂൺ 29 മുതൽ ജൂലൈ 6 വരെ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന കേരള സ്റ്റേറ്റ് ജൂനിയർ ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. AC മൊയ്തീൻ MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം സ്പോർട്സിന്റെ കാര്യത്തിൽ ഒരുപാട് ചരിത്രമുള്ള പ്രദേശങ്ങളിലൊന്നാണ്. കേരളത്തിലെ ഏറ്റവും കുറ്റമറ്റ, യാതൊരു പരാതിക്കും ഇടയില്ലാത്ത രീതിയിലുള്ള കായികമേള, സംസ്ഥാന സ്കൂൾ കായികമേള നടന്നത് ഇവിടെ വെച്ചാണ്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇവിടെ കായികമേളയ്ക്ക് ഉണ്ടാകുന്ന വികസനങ്ങളുമാണ് ഞങ്ങളുടെ സ്വപ്നത്തിൽ. ഫുട്ബോൾ മാത്രമല്ല, മറ്റെല്ലാ ഇനങ്ങളും. അതിന് നിങ്ങളുടെ ഈ മത്സരം ഞങ്ങളെ സഹായിക്കും. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ അധ്യക്ഷയായി. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, കേരള ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി P അനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് C സുമേഷ്, സംഘാടക സമിതി ട്രഷറർ MN സത്യൻ, ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി ജോസ് പൂക്കോടൻ എന്നിവർ സംസാരിച്ചു. 14 ജില്ലകളിൽ നിന്നുള്ള ടീമുകൾ 4 ഗ്രൂപ്പുകളിലായാണ് മത്സരിക്കുക. ദിവസവും 4 മത്സരങ്ങളാണ് നടക്കുക. ശനിയാഴ്ച രാവിലെ 7 മണിക്ക് നടന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ തൃശൂർ തിരുവനന്തപുരവുമായി ഏറ്റുമുട്ടി. മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്ക് തൃശൂർ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി. 8:30 നടന്ന രണ്ടാം മത്സരത്തിൽ പത്തനംതിട്ട നേടിയ 2 ഗോളിന് മറുപടിയായി 3 ഗോളടിച്ച ആലപ്പുഴ വിജയിച്ചു. ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടന്ന മത്സരത്തിൽ ആതിഥേയരായ തൃശൂർ പത്തനംതിട്ടയെ ഏകപക്ഷീയമായ 7 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഞായറാഴ്ച രാവിലെ 7-ന് നടക്കുന്ന മത്സരത്തിൽ കാസർഗോഡ് വയനാടിനെയും, 8:30-നുള്ള മത്സരത്തിൽ പാലക്കാട് ഇടുക്കിയെയും, ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് തിരുവനന്തപുരം പത്തനംതിട്ടയെയും, 4:30-ന് തൃശൂർ ആലപ്പുഴയെയും നേരിടും. ജൂലൈ 4-ന് സെമി ഫൈനൽ മത്സരങ്ങളും ജൂലൈ 5-ന് ലൂസേഴ്സ് ഫൈനൽ മത്സരവും ജൂലൈ 6-ന് വൈകിട്ട് 4:30-ന് ഫൈനൽ മത്സരവും അരങ്ങേറും. CCTV ന്യൂസ്, കുന്നംകുളം. സാമ്പത്തിക വർഷം ആരംഭിച്ച് 3 മാസം പിന്നിട്ടിട്ടും എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികൾക്ക് ജോലി നൽകാത്തതിൽ കോൺഗ്രസ് മെമ്പർമാർ പ്രതിഷേധിച്ചു. തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതിനു വേണ്ട യാതൊരു നടപടിയും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് മെമ്പർമാർ കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത്. ഇതിനെ പിന്തുണ നൽകുന്ന സമീപനമാണ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തും കൈക്കൊള്ളുന്നത്. മറ്റു പഞ്ചായത്തുകളിൽ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തൊഴിലാളികൾക്ക് ജോലി നൽകുമ്പോൾ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതി നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും മെമ്പർമാർ ആരോപിച്ചു. കോൺഗ്രസ് മെമ്പർമാരായ MC ഐജു, റീന വർഗീസ്, PK മാധവൻ, റിജി ജോർജ്, സതി മണികണ്ഠൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ഇതുവരെയായിട്ടും പല വാർഡുകളിലും മസ്ട്രോൾ അടിക്കാൻ ഇവിടെയുള്ള പഞ്ചായത്ത് ഭരണസമിതി അതിന് വേണ്ടിയിട്ട് ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയോ ചെയ്തിട്ടില്ല.
28 ദിവസം ഇത്രയും ദിവസം 3 മാസത്തോളം ആകുമ്പോൾ ഒറ്റ തൊഴിൽ ദിനം പോലും കിട്ടാത്ത അവസ്ഥയാണുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഈ പദ്ധതിയെ കുഴിച്ചിടുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന്റെ മെമ്പർമാർ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ്. ഇതിൽ നിന്ന് പഞ്ചായത്ത് തികച്ചും തെറ്റിദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തിയാണ്. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഔട്ട്ലെറ്റുകളിൽ 50-50 പദ്ധതിയുമായി സപ്ലൈകോ. ഔട്ട്ലെറ്റുകളിലൂടെ 50 ഉൽപ്പന്നങ്ങൾക്ക് വരുന്ന 50 ദിവസത്തേക്ക് പ്രത്യേക വിലക്കുറവും ഓഫറും നൽകുന്നതാണ് 50-50 പദ്ധതി. സപ്ലൈകോ ഹാപ്പി അവേഴ്സ് എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഉച്ചയ്ക്ക് 2 മുതൽ 3 വരെ പൊതുജനങ്ങൾക്ക് പ്രത്യേക വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാനാകും. സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഉപഭോക്താക്കളുടെ ബിൽ തുകയിൽ നിന്നും നിലവിലുള്ള വിലക്കുറവിന് പുറമെ 10% അധിക വിലക്കുറവും ഈ പദ്ധതി പ്രകാരം നൽകും. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 14 ജില്ലകളിലും സപ്ലൈകോയുടെ സിഗ്നേച്ചർ മാർട്ടുകൾ തുറക്കുന്നതിനും പദ്ധതിയുണ്ട്. ഓരോ സൂപ്പർ മാർക്കറ്റ് വീതം ആധുനിക നിലവാരത്തിൽ നവീകരിച്ചാകും സിഗ്നേച്ചർ മാർട്ടുകളാക്കുക. സപ്ലൈകോയുടെ ചരിത്രത്തിലെ സുപ്രധാന ചുവടുവെപ്പാകും ഈ സിഗ്നേച്ചർ മാർട്ടുകൾ. ചലച്ചിത്ര നടി മീര നന്ദൻ വിവാഹിതയായി. ലണ്ടനിൽ അക്കൗണ്ടന്റായ ശ്രീജുവാണ് വരൻ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു താലികെട്ട്. അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹ ചടങ്ങിൽ സംബന്ധിച്ചത്. താലികെട്ടിന്റെയും സിന്ദൂരം ചാർത്തുന്നതിന്റെയും ചിത്രങ്ങൾ മീര ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തു. വിവാഹത്തിന് മുന്നോടിയായുള്ള ഹൽദി, മെഹന്തി, സംഗീത് തുടങ്ങിയ പരിപാടികളുടെ ദൃശ്യങ്ങളും മീര പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബർ 13-നായിരുന്നു താരത്തിന്റെ വിവാഹ നിശ്ചയം. 2008-ൽ മുല്ല എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ലാൽ ജോസാണ് മീരയെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത്. തൊട്ടടുത്ത വർഷം വാൽമീകി എന്ന ചിത്രത്തിലൂടെ തമിഴിലും, 2011-ൽ ജയ് ബോലോ തെലുങ്കാന എന്ന ചിത്രത്തിലൂടെ തെലുങ്കിലും, 2014-ൽ കരോഡ്പതി എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറി. പുതിയ മുഖം, പോത്തൻവാവ, എൽസമ്മ എന്ന ആൺകുട്ടി, അപ്പോത്തിക്കിരി തുടങ്ങിയവയാണ് ശ്രദ്ധേയ ചിത്രങ്ങൾ. ഈ വർഷം പുറത്തെത്തിയ എന്നാലും എൻ്റളിയ ആണ് മീര അഭിനയിച്ച് ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം. നിലവിൽ ദുബായിൽ നിന്നുള്ള മലയാളം റേഡിയോ സ്റ്റേഷൻ ഗോൾഡ് 101.3 FM-ൽ RJ-യാണ്. CCTV ന്യൂസ്, ഗുരുവായൂർ. ഡെങ്കിപ്പനി പ്രതിരോധവൽക്കരണത്തിന്റെ ഭാഗമായി വേലൂർ പഞ്ചായത്ത് 2-ാം വാർഡിൽ എന്റെ ഗ്രാമം എന്റെ അഭിമാനം പദ്ധതിയോടനുബന്ധിച്ച് എല്ലാ വീടുകളിലേക്കും വെന്റ് പൈപ്പ് നെറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്തു തുടങ്ങി. 2-ാം വാർഡ് ആശാപ്രവർത്തക ഷെൻസി സെബാസ്റ്റ്യൻ അധ്യക്ഷയായ ചടങ്ങിൽ എന്റെ ഗ്രാമം എന്റെ അഭിമാനം പദ്ധതിയുടെ അധ്യക്ഷൻ PN അനിൽ മാസ്റ്റർ ഉദ്ഘാടനം നടത്തി. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P രാജേഷ് ഡെങ്കിപ്പനി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. MLSP മുൻ പഞ്ചായത്ത് അംഗം LC ഔസേപ്പ്, JPHN റിനി, MLSP ജിംസി, കുടുംബശ്രീ CDS അംഗം LC ഔസേപ്പ്, അംഗൻവാടി അധ്യാപിക സലോമി എന്നിവർ സംസാരിച്ചു. യോഗത്തോടനുബന്ധിച്ച് NCD ക്യാമ്പും സംഘടിപ്പിച്ചു. 6.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി മഴുവഞ്ചേരി സ്വദേശി പിടിയിൽ. മഴുവഞ്ചേരി പൊടിയട വീട്ടിൽ ബിനീഷിനെയാണ് കുന്നംകുളം എക്സൈസ് അറസ്റ്റ് ചെയ്തത്. എക്സൈസ് ഇൻസ്പെക്ടർ P ഹരീഷിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മദ്യവുമായി ബിനീഷ് പിടിയിലായത്. ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി സൂക്ഷിച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തിവരികയായിരുന്നു. എക്സൈസ് കുന്നംകുളം റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ PG ശിവശങ്കരൻ, AC ജോസഫ്, മോഹൻദാസ്, സുനിദാസ്, രാജു, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഗണേശൻ പിള്ള, ശ്രീജിത്ത് എന്നിവരുൾപ്പെട്ട സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തി പ്രതിയെ പിടികൂടിയത്. സ്കൂട്ടർ യാത്രയ്ക്കിടെ ചമ്മന്നൂർ സ്വദേശി കുഴഞ്ഞു വീണു മരിച്ചു. ചമ്മന്നൂർ വടക്കേക്കുന്ന് ചുള്ളിക്കാരൻ റോഡ് താഴത്തേൽ അബ്ദുൾ റഷീദാണ് കുഴഞ്ഞു വീണു മരിച്ചത്. 61 വയസ്സാണ്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:30യോടുകൂടിയാണ് സംഭവം. ജോലി ആവശ്യാർത്ഥം പുന്നയൂരിലേക്ക് പോകുന്നതിനിടെ തടാകം പെട്രോൾ പമ്പിന് സമീപമാണ് കുഴഞ്ഞു വീണത്. തുടർന്ന് ഇതുവഴി പോകുകയായിരുന്ന അഭയം വളണ്ടിയർമാർ വടക്കേക്കാട് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. പോലീസ് നടപടികൾക്ക് ശേഷം കാരുണ്യം ആംബുലൻസ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഫാത്തിമയാണ് ഭാര്യ. ഫസൽ റഹ്മാൻ, മുഹമ്മദ് യാസിർ, ഫൗസിയ എന്നിവർ മക്കളാണ്. അറിയിപ്പ്. CCTVയുടെ 18ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് CCTV ന്യൂസ് ചാനലിൽ സംപ്രേഷണം ചെയ്യും.
എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ നിർവഹിച്ചു. SSKയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഗേൾസ് ടോയ്ലറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ VC ബിനോജ്, SSK ജില്ലാ കോർഡിനേറ്റർ NK രമേശ്, PTA പ്രസിഡന്റ് OV ഷനോജ്, SMC ചെയർമാൻ KA മനോജ്, സ്റ്റാഫ് സെക്രട്ടറി CM ജീന തുടങ്ങിയവർ പങ്കെടുത്തു. സ്ത്രീകൾക്ക് ആർത്തവകാല ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനായി മെൻസ്ട്രൽ കപ്പുകളുമായി വേലൂർ പഞ്ചായത്തിന്റെ 2023-24 സാമ്പത്തിക വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കപ്പുകൾ വിതരണം ചെയ്തത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന പദ്ധതിയുടെ വിതരണോദ്ഘാടനം വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ ബിന്ദു ശർമ്മ, വിജിനി ഗോപി, ശുഭ അനിൽകുമാർ, സ്വപ്ന രാമചന്ദ്രൻ, വേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ B ദീപ എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ റിനു R ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. തുടർന്ന് വാർഡ് തലത്തിൽ മെൻസ്ട്രൽ കപ്പ് വിതരണം നടന്നു. ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ആശ്രയ കേന്ദ്രമായ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി വൈകിട്ട് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. തീരദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് താലൂക്ക് ആശുപത്രി. വിവിധതരം പകർച്ചവ്യാധികളും മഴക്കാല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തുന്ന രോഗികളെ ശുശ്രൂഷിക്കാൻ ഡോക്ടർമാർ ഇല്ല. ഡോക്ടറെ കാണാൻ ടോക്കൺ എടുത്താൽ മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ട സ്ഥിതിയാണ്. കൂടാതെ ഡോക്ടറെ കണ്ട് മരുന്നിനും ക്യൂ നിൽക്കേണ്ട അവസ്ഥയിലാണ്. അതിനാൽ രോഗികൾ ക്യൂവിൽ തളർന്നു വീഴുന്നതും പതിവാണ്. രാത്രിയിൽ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ച് രോഗികൾക്ക് ആശ്വാസമായ അടിയന്തര നടപടികൾ കൈക്കൊള്ളണമെന്ന് മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി PM അനസ് ആവശ്യപ്പെട്ടു. തുടർ നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് മുസ്ലിം ലീഗ് ഭാരവാഹികൾ നിവേദനം നൽകി. മുസ്ലിം ലീഗ് ചാവക്കാട് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി PM അനസ്, നേതാക്കളായ NK റഹീം, ആരിഫ് പാലയൂർ, സബാഹ് താഴത്ത്, പേള ബഷീർ, NK അബ്ദുൽ ഖാദർ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയമന അംഗീകാരത്തിനായി ഫയൽ ജില്ലാ കളക്ടറുടെ മുൻപിലാണ്. വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസും ആരോഗ്യവകുപ്പും സംസ്ഥാന സർക്കാരും ഇടപെടാതെ ആശുപത്രിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. CCTV ന്യൂസ് ചാവക്കാട്. പുന്നിയൂർ പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഡിഗ്രി PG വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പുകൾ വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. 13 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ലാപ്ടോപ്പുകളുടെ വിതരണ ഉദ്ഘാടനം നടത്തി. വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സുനിത മേപ്പുറത്ത് പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് അംഗങ്ങളായ സലീന നാസർ, AC ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരത്തിലെ ഹൈമാസ് ലൈറ്റുകൾ കത്താത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ചൂട്ടുകത്തിച്ച് പ്രതിഷേധിച്ചു. ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രതിഷേധ സമരം നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KK രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി CS സൂരജ്, ബാലൻ വാർനാട്ട്, PR പ്രകാശൻ, വിപിൻ വലങ്കര, KV ശ്രീജിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഇനിയും ഇത് കണ്ടില്ലെന്നാണ് നടിക്കുന്നത്. ഗുരുവായൂരിൽ ഇത്തരത്തിലുള്ള ഓലച്ചൂട്ട് കത്തിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ സമരം ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. തീർച്ചയായും വരും നാളുകളിൽ ഒരു വലിയ സമര പോരാട്ടങ്ങൾക്ക് ഗുരുവായൂരിന്റെ തെരുവീതികൾ സാക്ഷ്യം വഹിക്കുമെന്ന് വായന വിദ്യാർത്ഥികൾക്ക് ഉയർച്ചയുടെ വാതായനം തുറന്നു നൽകുമെന്ന് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും ഗാനരചയിതാവുമായ റഷീദ് പാറക്കൽ. പെരുമ്പിലാവ് അൻസാർ സ്കൂളിലെ വായനാദിന വാരാഘോഷ പരിപാടികളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്ഷരങ്ങളെ പ്രണയിക്കുന്ന ഓരോരുത്തർക്കും വായന അവാച്യമായ അനുഭൂതിയാണ് നൽകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിന്തയുടെ ഇന്ധനമാണ് വായനയെന്നും എവിടെ വായന ഇല്ലാതാകുന്നുവോ അവിടെ ചിന്ത മരവിക്കുകയും സമൂഹം അധപതിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷൈനി ഹംസ അധ്യക്ഷത വഹിച്ചു. അൻസാർ സ്കൂൾ വിദ്യാർത്ഥിയായ ഐഹാൻ ബിച്ച എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം റഷീദ് പാറക്കൽ നിർവഹിച്ചു. ഷൈനി ഹംസ പുസ്തകം ഏറ്റുവാങ്ങി. അൻസാർ സ്കൂൾ ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഒരാഴ്ചയിലധികം നീണ്ട ബുക്ക് റിവ്യൂ ക്വിസ്, സ്റ്റോറി ടെല്ലിംഗ്, കവിതാരചന, ബുക്ക് റീഡിംഗ് തുടങ്ങിയ വിവിധയിനം പരിപാടികളും മത്സരങ്ങളും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും സഹജീവനക്കാർക്കുമായി അരങ്ങേറി.
വൈസ് പ്രിൻസിപ്പാൾ സാജിദ റസാഖ് സ്വാഗതവും വിദ്യാർത്ഥി സിയാന നന്ദിയും പറഞ്ഞു. ജൂനിയർ പ്രിൻസിപ്പാൾമാർ, സെക്ഷൻ ഹെഡ്സ് എന്നിവർ പങ്കെടുത്തു. ലൈബ്രറിയൻ ഷൈനി PK, TP അസീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മത്സര വിജയികളായവർക്ക് സമ്മാനദാനവും നിർവഹിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. സലാല KMCC ധനസഹായ വിതരണം പുന്നയൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ ഏറ്റുവാങ്ങി. KMCC സലാല കമ്മിറ്റിയുടെ റമദാൻ റിലീഫിന്റെ ഭാഗമായി തൃശൂർ ജില്ലയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പുന്നയൂർ പഞ്ചായത്ത് പരിധിയിലെ അർഹരായവർക്കുള്ള ധനസഹായം പുന്നയൂർ പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് നസീർ മന്ദലാങ്കുന്നും സെക്രട്ടറി ഉസ്മാൻ എടയൂരും സലാല KMCC തൃശൂർ ജില്ലാ പ്രസിഡന്റ് C ഷംസുദ്ദീനിൽ നിന്നും ഏറ്റുവാങ്ങി. പുന്നയൂർ ലീഗ് ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ പ്രവാസി ലീഗ് ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് അലി ഗ്ലോബൽ, KMCC നേതാക്കളായ കബീർ എടക്കഴിയൂർ, റാഷിദ് അവിയൂർ, നൂറുദ്ദീൻ മന്ദലാങ്കുന്ന്, MC മുസ്തഫ, സത്താർ ബോംബെ, മൊയ്തു ഹാജി എടക്കഴിയൂർ, അബ്ദുൽ ഖാദർ മുട്ടിൽ, ഖാലിദ്, സക്കീർ അവിയൂർ, സലിം ആച്ചപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. C ഷംസുദ്ദീൻ സ്വാഗതവും നിസാർ മുത്തേടത്ത് നന്ദിയും പറഞ്ഞു. CCC ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഭാർഗവൻ പള്ളിക്കര അനുസ്മരണവും നാടകാവതരണവും ജൂലൈ 1 തിങ്കളാഴ്ച നടക്കും. ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വടകര കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ശിഷ്ടം എന്ന നാടകത്തിന്റെ അവതരണവും ഭാർഗവൻ പള്ളിക്കര അനുസ്മരണവും നടക്കും. എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ ഉൾപ്പെട്ട AT കുഞ്ഞുമോൻ സാഹിബ് JP ജംഗ്ഷൻ റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. പഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽപ്പെടുത്തി 12 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് കോൺക്രീറ്റ് ചെയ്തത്. 200 മീറ്റർ നീളമുള്ള റോഡ് 3 മീറ്റർ വീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. റോഡിന്റെ ഉദ്ഘാടനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NB ജയ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ KD വിഷ്ണു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ PM അബു, ശ്രീബിത ഷാജി, ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം KS സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കിയ കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി മെമ്പർമാരുടെ മക്കളെ അനുമോദിച്ചു. അർബൻ ബ്രാഞ്ചിന്റെ ഓഡിറ്റോറിയത്തിൽ ചേർന്ന അനുമോദന സമ്മേളനം കുന്നംകുളം നഗരസഭാ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷെബീർ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് KA അസീസ് അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എഡ്വി സക്കറിയ, ഷർഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് ജിതിൻ K വിജയ് സ്വാഗതവും സെക്രട്ടറി ലിമി നന്ദിയും പറഞ്ഞു. ഭരണസമിതി അംഗങ്ങളായ ജിന്നി, അഡ്വക്കേറ്റ് പ്രസാദ്, പുഷ്പ ജോൺ, സതീഷ് എന്നിവർ നേതൃത്വം നൽകി. തമിഴ്നാട്ടിൽ നടന്ന അണ്ടർ 23 സൗത്ത് ഇന്ത്യ റെസ്ലിംഗ് മത്സരത്തിൽ ഫ്രീസ്റ്റൈൽ 125 കിലോഗ്രാം വിഭാഗത്തിൽ കേരളത്തിനു വേണ്ടി റൈസുദ്ദീൻ MR വെള്ളി മെഡൽ നേടി. സഹോദരി റെനീസ 59 കിലോഗ്രാമിൽ വെങ്കലവും കരസ്ഥമാക്കി. തൃശൂർ ജില്ലയിലെ ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങൾ നൌഷിജ ദമ്പതികളുടെ മക്കളാണ്. മറമ്പിള്ളി MES കോളേജിൽ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് റൈസുദ്ദീൻ. റെനീസ തൃശൂർ വിമല കോളേജിലെ 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയുമാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ് രണ്ടുപേരും റെസ്ലിംഗ് പരിശീലനത്തിന് തുടക്കം ലഭിച്ചത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകർക്കായി ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ആക്റ്റീവ് ലേണിംഗ് ആൻഡ് ആർട്ട് ഇന്റഗ്രേഷൻ എന്ന വിഷയത്തെ ആസ്പദമാക്കി IS പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പാൾ സുജാത ഹരിമോഹൻ ക്ലാസ് നയിച്ചു. CBSE നടപ്പിലാക്കുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ സംബന്ധിച്ചും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനാവശ്യമായ പഠന രീതികളും ചർച്ച ചെയ്തു. അധ്യാപനം രസകരവും ലളിതവുമാക്കുന്നതിനുള്ള നൂതന അധ്യാപന രീതികളും വിശദമാക്കി. അധ്യാപകരായ ധന്യ മുരളീധരൻ സ്വാഗതവും ഷർമി M നന്ദിയും പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ തനതു ഫണ്ട് ഉപയോഗിച്ചാണ് വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, ഹിയറിംഗ് എയ്ഡ്, ഷൂ തുടങ്ങിയവ വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷനായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, സുധീഷ് പറമ്പിൽ, റീന വർഗീസ്, NP അജയൻ, സ്വപ്ന പ്രദീപ്, മാഗി അലോഷ്യസ്, ICDS സൂപ്പർവൈസർ ഷിമി ചന്ദ്രൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു.
ചാവക്കാട് നഗരസഭാ ചെയർമാനായിരിക്കെ കൊല്ലപ്പെട്ട KP വത്സലന്റെ സ്മരണാർത്ഥം നഗരസഭ നടത്തിവരുന്ന എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. KP വത്സലൻ സ്മാരക എൻഡോമെന്റ് വിതരണം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. പ്രമുഖ വിദ്യാഭ്യാസ വിചക്ഷണൻ ഡോക്ടർ TP സേതുമാധവൻ മുഖ്യപ്രഭാഷണവും പുരസ്കാര വിതരണവും നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷാഹിന സലീം, ബുഷ്ര ലത്തീഫ്, അഡ്വക്കേറ്റ് മുഹമ്മദ് അൻവർ, പ്രസന്ന രണദിവെ, അബ്ദുൾ റഷീദ്, PS മുൻ ചെയർമാനും നഗരസഭാ കൌൺസിലറുമായ MR രാധാകൃഷ്ണൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി ജനപ്രതിനിധികളായ AH അക്ബർ, ഖാദർ ചക്കര, സുരേഷ് കുമാർ EP, സെയ്താലിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർ, മത്സ്യത്തൊഴിലാളി, ബീഡി തൊഴിലാളി, ചുമട്ടുതൊഴിലാളി, പട്ടികജാതി വിഭാഗങ്ങളിൽ നിന്നും മികച്ച വിജയം നേടിയവർ, നഗരസഭാ ജീവനക്കാരുടെ മക്കളായ വിദ്യാർത്ഥികൾ, SSLC പരീക്ഷയിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങൾ എന്നിവരെയാണ് KP വത്സലൻ സ്മാരക എൻഡോമെന്റ് നൽകി ആദരിച്ചത്. CCTV ന്യൂസ്, ചാവക്കാട്. പുന്നൂർകുളം ചെറായി ഗവൺമെന്റ് UP സ്കൂളിൽ PTA ജനറൽ ബോഡി യോഗവും പുതിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പും നടത്തി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ PTA ജനറൽ ബോഡി യോഗം വാർഡ് മെമ്പർ ശോഭ പ്രേമൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് V താജുദ്ദീന്റെ അധ്യക്ഷതയിൽ പുന്നൂർകുളം പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ KH ആബിദ് സംസാരിച്ചു. 2023-24 അധ്യയന വർഷത്തെ PTA വരവ് ചെലവ് കണക്ക് സീനിയർ അധ്യാപിക മീന പോൾ അവതരിപ്പിച്ചു. PTA കമ്മിറ്റിയിലേക്ക് KH ആബിദിനെയും ഫൈസലിനെയും തെരഞ്ഞെടുത്തു. തുടർന്ന് PTA എക്സിക്യൂട്ടീവ് ചേർന്ന് പ്രസിഡന്റായി സ്നേഹ കരിമത്തിൽ, വൈസ് പ്രസിഡന്റായി റഹീം ആലുങ്ങലിനെയും തെരഞ്ഞെടുത്തു. അധ്യാപകൻ ജയകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായി, സ്കൂൾ പ്രധാനാധ്യാപിക ഗീത അശോകൻ സ്വാഗതവും പുതിയ PTA പ്രസിഡന്റ് സ്നേഹ് നന്ദിയും പറഞ്ഞു. UAE കേന്ദ്രമായി പ്രവർത്തിച്ചു വരുന്ന ഇന്തോ അറബ് കൾച്ചറൽ അക്കാദമി ലോക സഞ്ചാരിയും തത്വചിന്തകനുമായ ഇബിൻ ബത്തൂത്തയുടെ സ്മരണാർത്ഥം നൽകിവരുന്ന പുരസ്കാരത്തിന് കേരളത്തിലെ വ്യത്യസ്ത മേഖലകളിൽ മികവ് തെളിയിച്ച 3 പേരെ തെരഞ്ഞെടുത്തു. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും ചരിത്ര പുസ്തകവുമാണ് പുരസ്കാരം. TKD മുഴുപ്പിലങ്ങാട് സാഹിത്യം, കരിമ്പന്നിത്തടം സാമൂഹിക പ്രവർത്തനം, ആറ്റുകോയ പള്ളിക്കണ്ടി പ്രവാസി പുനരധിവാസം എന്നിവരെ തെരഞ്ഞെടുത്തതായി അസോസിയേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് MK അൻസാരി, ജനറൽ കൺവീനർ സ്നേഹ പ്രവാസി മാസിക ചീഫ് എഡിറ്റർ ഐസക് പ്ലാപ്പള്ളി, കേരള കോർഡിനേറ്റർ മാമ്പ്ര അബൂബക്കർ മുസ്ലിയാർ എന്നിവർ അറിയിച്ചു. കഴിഞ്ഞ 7 ദശാബ്ദമായി ചെറുകഥ, നാടകം, തിരക്കഥ, നോവൽ അടക്കം സാഹിത്യരംഗത്ത് 100ഓളം ഗ്രന്ഥങ്ങളുടെ കർത്താവും കേരള സാഹിത്യ അക്കാദമി ജേതാവുമാണ് TKD മുഴുപ്പിലങ്ങാട്. 3 പതിറ്റാണ്ടായി പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഉന്നമനത്തിനായി വേറിട്ട പ്രവർത്തനം ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയും അതിനായി ഒട്ടനവധി സംഘടനകളുടെ നേതൃത്വത്തിലിരിക്കുന്ന വ്യക്തിത്വമാണ് കരീം പന്നിത്തടം. 5 പതിറ്റാണ്ടോളം പ്രവാസികളുടെ ക്ഷേമത്തിനും പുനരധിവാസ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ച് അവരെക്കുറിച്ച് നിരവധി പുസ്തകങ്ങളുടെ രചയിതാവും കൂടിയാണ് ആറ്റക്കോയ പള്ളിക്കണ്ടി. 2024 ജൂലൈ അവസാനവാരം കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കുന്ന ഇന്തോ അറബ് കൾച്ചറൽ അക്കാദമി സിൽവർ ജൂബിലി സമ്മേളനത്തിൽ വെച്ച് ഗൾഫ് പ്രതിനിധികളുടെയും സാമൂഹ്യ സാംസ്കാരിക നായകന്മാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. 13 ദിവസത്തെ സ്ലീഹ നോമ്പ് സമാപിച്ചു. പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിൽ മോർ പത്രോസ്, മോർ പൗലോസ് സ്ലീഹന്മാരുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വിതരണവും ശനിയാഴ്ച രാവിലെ പ്രഭാത പ്രാർത്ഥനയെ തുടർന്ന് ഇടവക വികാരി ഫാദർ ബേസിൽ കൊല്ലാർമല്ലിയുടെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും ഉണ്ടായി. തുടർന്ന് പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണം, ശ്ലൈഹിക വാഴ്വ് എന്നിവയ്ക്ക് ശേഷം ചക്കരപ്പവും പഴവും ചേർന്ന നേർച്ച വിളമ്പലും നടന്നു. ആഘോഷങ്ങൾക്ക് കൈക്കാരൻ KJ സോജൻ, സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി KG ജോ ജോർജ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ വർഷത്തെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കാൻ വിജയോത്സവം സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KK മണി മുഖ്യാതിഥിയായ ചടങ്ങിൽ ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബ്രീന രമേശ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP ലോറൻസ്, കടങ്ങോട് പഞ്ചായത്ത് വാർഡ് മെമ്പർ ടെസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി RM, SMC ചെയർമാൻ KA റഫീഖ്, MPTA പ്രസിഡന്റ് ശ്രീകല ശങ്കരനാരായണൻ, OSA പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ,
ഡയറക്ടർ, സ്കൂൾ വെൽഫെയർ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ NV ആന്റണി, മുൻ പ്രധാനാധ്യാപിക VV വത്സല, ഹൈസ്കൂൾ അധ്യാപകൻ ടോജൻ ജോബ്, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക PP സോളി എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക KK രശ്മി സ്വാഗതവും പ്രിൻസിപ്പാൾ ഇൻചാർജ് M ബീന നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, വേലൂർ. വേലൂർ പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന തളിർ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ കനറ ബാങ്ക് ഗ്രാമീൺ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേണ്ടി സംഘടിപ്പിച്ച 6 ദിവസത്തെ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ EA ജോയ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷെർലി ദിലീപ് കുമാർ, കനറ ബാങ്ക് ഗ്രാമീൺ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം ഡയറക്ടർ കൃഷ്ണമോഹൻ, കോർഡിനേറ്റർ സരിത, പരിശീലക രാജി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. പരിശീലക രാജി ടീച്ചറെ വിദ്യാർത്ഥികളും ഭരണസമിതി അംഗങ്ങളും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിച്ചു. വടക്കേക്കാട് തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടത്തി. ഗുരുവായൂർ ACP സുന്ദരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ PTA പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ബിജു പള്ളിക്കര സ്വാഗതം പറഞ്ഞു. മൈൻഡ് റിവൈവൽ സോഷ്യൽ സെന്റർ ഡയറക്ടർ റൂഫോസ് ജോൺ, ലഹരി വിമുക്ത പ്രവർത്തകനും മാധ്യമ പ്രവർത്തകനുമായ സരുൺ നായർ എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഇൻസ്പെക്ടർ R ബിനു, SI മാരായ യൂസഫ് സുധീർ, പ്രധാനാധ്യാപിക KI ജിഷ, പ്രിൻസിപ്പാൾ ഇൻചാർജ് ഷീന ജോർജ് എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥി പ്രതിനിധി ആൻഡ്രിയ നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് പോസ്റ്റർ നിർമ്മാണം, ലഹരി വിരുദ്ധ റാലി, സൈക്കിൾ റാലി, ഫ്ലാഷ് മോബ് എന്നിവയും സംഘടിപ്പിച്ചു. വിപണി. അത്യാധുനിക സൗകര്യങ്ങളോടെ എടക്കഴിയൂർ നാലാംകല്ലിൽ അറോറ കാസിൽ വെഡ്ഡിംഗ് ആൻഡ് കൺവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അഷിത, പുന്നയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ, കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത്, സ്ഥാപനത്തിന്റെ പാർട്ട്ണർമാർ, കുടുംബാംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ തന്നെ തൃശൂർ ജില്ലയിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് ആൻഡ് കൺവെൻഷൻ സെന്ററാണ് അറോറ കാസിൽ എന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ആയിരത്തിലധികം സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള AC ഓഡിറ്റോറിയം, എക്സ്പെഷണൽ എക്കോസ്റ്റിക് എൻവിറോൺമെന്റ്, 900-ലധികം AC നോൺ AC ഡൈനിംഗ്, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ചേംബർ സൗകര്യവും ലഭ്യമാണ്. അറോറ കാസിൽ, നാലാംകല്ല്, എടക്കഴിയൂർ. ഫോൺ 9895904466. പൊർക്കളയങ്ങാട് ശ്രീ മണികണ്ഠ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി ആഘോഷിക്കും. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തി തേലമ്പറ്റ കേശവൻ നമ്പൂതിരിയുടെയും നാരായണൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ. ചടങ്ങുകൾക്ക് പുറമെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തത്വരസികൻ പ്രസാദ് പുളിക്കലിന്റെ ഭക്തി പ്രഭാഷണം, വൈകിട്ട് ജ്യോതിസിന്റെ വയലിൻ ഫ്യൂഷൻ, തിങ്കളാഴ്ച രാവിലെ 10-ന് ശ്രീകാന്ത് ഗുരുപദത്തിന്റെ ഭക്തി പ്രഭാഷണം, വൈകിട്ട് 6:30-ന് കീർത്തന കൃഷ്ണകുമാറിന്റെ സോപാന സംഗീതം എന്നിവ നടക്കും. 2 ദിവസങ്ങളിലും 3 നേരം പ്രസാദഊട്ട് ഉണ്ടായിരിക്കുന്നതാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 94 രൂപ. കുന്നംകുളം കാണിയാമ്പാൽ സ്റ്റുഡന്റ് ബൈ റോഡ് ചൂണ്ടപ്പുരയ്ക്കൽ പരേതനായ ഗോപിനാഥൻ മകൻ വാസൻ നിര്യാതനായി. UNI ന്യൂസ് ഏജൻസി റിട്ടയർഡ് ജീവനക്കാരനാണ് പരേതൻ. 65 വയസ്സായിരുന്നു. ഷീന ഭാര്യയും ഗോകുൽ, ഗോപിക എന്നിവർ മക്കളുമാണ്. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും.
മറ്റം കാക്കശ്ശേരി കുഞ്ഞിപ്പു മകൻ ഡോക്ടർ ഫ്രാൻസി നിര്യാതനായി 60 വയസ്സായിരുന്നു. തൃശൂർ സെന്റ് തോമസ് കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:15 മരിയാപുരം സെന്റ് ജോൺ ബോസ്കോ ദേവാലയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടച്ച കുഴികൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. തൃശൂർ കുന്നംകുളം പാതയിലെ യാത്ര വീണ്ടും ദുഷ്കരമായി. താൽക്കാലിക കുഴിയടക്കൽ ജനത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രമെന്ന് ആക്ഷേപം. CCTV ഫോളോ അപ്പ്. തൃശൂരിൽ എക്സൈസിന്റെ വൻ സ്പിരിറ്റ് വേട്ട. പിക്കപ്പിൽ കടത്തുകയായിരുന്ന 1750 ലിറ്റർ സ്പിരിറ്റ് പിടികൂടി. പറവൂർ സ്വദേശികളായ 4 പേർ പിടിയിൽ. കടപ്പുറം പഞ്ചായത്തിന് ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദിച്ച 4 ലക്ഷം രൂപ ഉപയോഗപ്പെടുത്തി ജിയോ ബാഗും മണൽ ബണ്ടുകളും നിർമ്മിക്കും. പഞ്ചായത്ത് ഭരണസമിതി യോഗം ഐക്യകണ്ഠേനയാണ് തീരുമാനമെടുത്തത്. സംസ്ഥാന ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ തൃശൂർ തിരുവനന്തപുരത്തെ പരാജയപ്പെടുത്തി. ജൂലൈ 4-ന് സെമിഫൈനൽ മത്സരങ്ങളും ജൂലൈ 5-ന് ലൂസേഴ്സ് ഫൈനൽ മത്സരവും ജൂലൈ 6-ന് വൈകിട്ട് 4:30-ന് ഫൈനൽ മത്സരവും നടക്കും. ചാവക്കാട് ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാലങ്ങളിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്നു. മത്സ്യത്തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയും ആശ്രയ കേന്ദ്രമായ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ അടിയന്തരമായി വൈകിട്ട് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് മുസ്ലിം ലീഗ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.